ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം 13-ാം വാക്യം നമുക്ക് വായിക്കാം. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം 13-ാം വാക്യം. അതിന് മോശെ ജനത്തോട്, ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പീൻ. യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവീൻ. നിങ്ങളിന്ന് കണ്ടിട്ടുള്ള മിസ്രയീമ്യരെ ഇനി ഒരു നാളും കാണുകയില്ല. യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. നിങ്ങൾ മിണ്ടാതിരിപ്പീനെന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ജനം അമ്പരപ്പിലായിരിക്കുകയാണ്. ജനം പരിഭ്രാന്തരായിരിക്കുകയാണ്. ഇസ്രായേൽ ജനം 600,000 പേര്. ചെറിയൊരു സംഖ്യയല്ല. 6 ലക്ഷം ആളുകളെന്ന് പറയുന്നത് സഞ്ചരിച്ചു പോകുന്ന കൂട്ടത്തെ നമുക്ക് വിഭാവനം ചെയ്യാൻ പോലും സാധിക്കുകയില്ല. ഈജിപ്തിൽ നിന്ന് അങ്ങ് കനാനിലേക്ക് നടന്നു പോകുന്ന ജനം. ഈജിപ്തിൽ നിന്ന് അവർ പുറപ്പെടുമ്പോൾ വലിയ ആഘോഷമായിരുന്നു, വലിയ വിശ്വാസവുമായിരുന്നു. ദൈവം അവരെ പുറപ്പെടുവിക്കുന്നു എന്നുള്ള നല്ല ബോധ്യത്തോടു കൂടിയായിരുന്നു അവരുടെ യാത്ര. മോശ അവരെ നയിക്കുന്നുവെങ്കിലും ദൈവം തന്നെയാണ് അവരെ പുറപ്പെടുവിച്ചതെന്നുള്ള നല്ല ബോധ്യം അവർക്കുണ്ടായിരുന്നു. മോശയുടെ നേതൃത്വത്തിന് കീഴിൽ അവർ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു പോകുമ്പോൾ ഫറോ രാജാവും സൈന്യവും പിന്നാലെ വന്നു. ഫറോ രാജാവും സൈന്യവും പിന്നാലെ വന്ന് അവരെ പിടികൂടുവാനായിട്ട് രഥങ്ങളോടും കുതിരകളോടും കൂടിയുള്ള സന്നാഹത്തോടു കൂടി വന്നപ്പോൾ ദൈവം അവർക്ക് വേണ്ടി അത്ഭുതം ചെയ്തു. ദൈവം അവർക്ക് വേണ്ടി അതിശയം ചെയ്തു. അങ്ങനെ അവർ ചെങ്കടൽ കടന്നു. ചെങ്കടൽ കടന്നു. അവർ ആ വലിയൊരു കൂട്ടം ജനം, 600,000 ജനം, 6 ലക്ഷം ജനം ചെങ്കടൽ കടന്ന് മരുഭൂമിയിലെത്തി. വായിക്കുന്നത് 14-ാം അധ്യായം 1-ാം വാക്യം നമുക്ക് വായിക്കാം. യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചതെന്തെന്നാൽ, നിങ്ങൾ തിരിഞ്ഞ് മിഗ്ദോലിനും കടലിനും മധ്യേ ബാൽസഫോന് സമീപത്തുള്ള പീഹഹീരോത്തിനരികെ പാളയമിറങ്ങണമെന്ന് ഇസ്രായേൽ മക്കളോട് പറയുക. അതിൻ്റെ സമീപത്ത് സമുദ്രത്തിനരികെ നിങ്ങൾ പാളയമിറങ്ങണം. എന്നാൽ അവർ ദേശത്ത് ഉഴലുന്നു, മരുഭൂമിയിൽ കുടുങ്ങിയിരിക്കുന്നുവെന്ന് ഫറവോൻ ഇസ്രായേൽ മക്കളെക്കുറിച്ച് പറയും. ഫറവോൻ അവരെ പിന്തുടരുവാൻ തക്കവണ്ണം ഞാൻ അവൻ്റെ ഹൃദയം കഠിനമാക്കും. ഫറവോ രാജാവിൻ്റെ ഹൃദയം കഠിനമായി. ഇസ്രായേൽ ജനത്തെ പിന്തുടരുവാൻ, ഇസ്രായേൽ ജനത്തെ എങ്ങനെയെങ്കിലും പിടിച്ചുകൊണ്ടുപോയി വീണ്ടും അടിമകളാക്കുവാനുള്ള ഫറവോ രാജാവിൻ്റെ യത്നം. ഇന്നും അതുപോലുള്ള യത്നമുണ്ട് പൈശാചിക സൈന്യത്തിന്. ദുഷ്ടനായ സാത്താൻ ഇന്ന് ദൈവജനത്തെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ദൈവജനം മാനസാന്തരപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ, ദൈവജനം ദൈവത്തിൻ്റെ വചനം കേട്ട് മുന്നോട്ട് പോകുമ്പോൾ, ദൈവത്തിൻ്റെ അത്ഭുതകരമായ കരത്തിൻ്റെ നടത്തിപ്പ് അനുഭവിച്ച് മുന്നോട്ട് പോകുമ്പോൾ ആ ജനത്തെ പിന്തിരിപ്പിക്കുവാനുള്ള സാത്താൻ്റെ പരിശ്രമം, അതാണ് ആലങ്കാരികമായി നമുക്ക് ഈ ഭാഗത്ത് കാണുവാൻ സാധിക്കുന്നത്. ഇന്നും നാം ഓരോരുത്തരും ജീവിക്കുന്ന ഈ സാഹചര്യത്തിൽ ഒട്ടേറെ പ്രതിസന്ധികൾ നമുക്ക് വരുന്നുണ്ട്. നമ്മെ തടസ്സപ്പെടുത്തുന്ന അനേകം പ്രശ്നങ്ങൾ നമുക്കുണ്ട്. നാം പരിഭ്രമിച്ച് നിന്നു പോകുന്ന അനേകം കാര്യങ്ങളുണ്ട്. എന്തു വേണ്ടെന്നറിയാതെ നാം അമ്പരപ്പിലാകുന്ന സമയങ്ങളുണ്ട്. എന്നാൽ ഒരു കാര്യം ഉറയ്ക്കൂ, ജീവനുള്ള ദൈവമാണ് നമ്മെ പുറപ്പെടുവിച്ചതെങ്കിൽ നമ്മെ പുറപ്പെടുവിച്ച ദൈവം നമ്മെ അക്കരെ എത്തിക്കുവാൻ ശക്തനാണ്. ഇത് ഒരു ഭംഗിവാക്ക് പോലെ നമുക്ക് കേട്ടാൽ പോരാ. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും, നാനാദേശങ്ങളിൽ നിന്ന് വാക്കുകൾ കേൾക്കുന്ന ഓരോരുത്തരും വിശ്വസിക്കൂ, നിങ്ങളെ വിളിച്ചത് നിത്യനായ ദൈവമാണ്. നിങ്ങളെ വിളിച്ചത് ഒരു കൂട്ടായ്മയല്ല. നിങ്ങളെ വിളിച്ചത് ഏതെങ്കിലും ദൈവജനമല്ല, ദൈവ മക്കളല്ല, ഏതെങ്കിലും ദൈവിക വ്യക്തിയല്ല. നിങ്ങളെ വിളിച്ചത് ജീവനുള്ള ക്രിസ്തുവാണ്. ജീവനുള്ള ക്രിസ്തു നിങ്ങളെ പുറപ്പെടുവിച്ചതാണെങ്കിൽ ക്രിസ്തു നിങ്ങളെ അക്കരെ കടത്തിക്കൊണ്ടു പോകാൻ ശക്തനാണ്. വിളിച്ചിറക്കിയവൻ വിശ്വസ്തനാകുന്നു. ഇക്കാര്യം നിങ്ങൾ ഒരു കാരണവശാലും മറന്നു പോകരുത്. യേശുക്രിസ്തു എന്നെ കണ്ടിരിക്കുന്നു, യേശുക്രിസ്തു എന്നെ വിളിച്ചിരിക്കുന്നു, യേശുക്രിസ്തുവിൻ്റെ വചനം കേട്ട് ഞാൻ പുറപ്പെട്ടിരിക്കുന്നു,
എൻ്റെ പഴയ ജീവിതത്തോട് യാത്ര പറഞ്ഞ് പഴയ അടിമത്വത്തെ വിടർത്തിക്കൊണ്ട് ഞാൻ യാത്ര പുറപ്പെട്ടിരിക്കുന്നുള്ളതായ ബോധ്യം നമുക്കുണ്ടായിരിക്കണം. അടിമകളാണ് മനുഷ്യർ, പിശാചിൻ്റെ അടിമകൾ. സാത്താൻ്റെ ബന്ധനത്തിൽ, പൈശാചികൻ്റെ തടവറയിൽ, പിശാചിൻ്റെ ബന്ധനത്തിൽ കഴിയുന്ന മനുഷ്യൻ പിശാചിൻ്റെ ബാധകളും ബന്ധനങ്ങളും ഒഴിഞ്ഞ് സാത്താൻ്റെ കെട്ടുകൾ പൊട്ടി സ്വതന്ത്രനാകുവാൻ ക്രിസ്തു കരം നീട്ടുന്നു. ഏതെല്ലാം ബന്ധനങ്ങളാണ് നമുക്ക് ഓരോരുത്തർക്കും ഉള്ളത്? നമ്മെ പിശാച് വരിഞ്ഞ് മുറുക്കിയിട്ടിരിക്കുന്ന ബന്ധനങ്ങൾ എന്തെല്ലാമാണ്? കോപത്തിൻ്റെ ബന്ധനമുണ്ട്, പല ശാപങ്ങളുടെയും ബന്ധനമുണ്ട്, അത്യാഹിതങ്ങളുടെ ബന്ധനമുണ്ട്, രോഗങ്ങളുടെ ബന്ധനമുണ്ട്, പൈശാചിക ശക്തി നമ്മെ ബാധിച്ച് ചില ഭൂതാത്മാക്കളുടെ ബന്ധനമുണ്ട്, ചില പൈശാചിക സൈന്യത്തിൻ്റെ ബന്ധനമുണ്ട്. പലതരത്തിലുള്ളതായ ബന്ധനങ്ങൾ നമുക്കുണ്ട്. സാത്താൻ നമ്മെക്കൊണ്ട് അടിമവേല ചെയ്യിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മെക്കൊണ്ട് അവൻ്റെ വിടുപണി ചെയ്യിച്ചു കൊണ്ടിരിക്കുകയാണ്. നാം ഇന്ന് പിശാചിൻ്റെ കയ്യിലെ പാവകളായി മാറിയിരിക്കുകയാണ്. ഇത് നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കി നാം മനസ്സിലാക്കേണ്ടതാണ്. പൈശാചികൻ എന്തിലെല്ലാമാണ് എന്നെ കെട്ടിയിട്ടിരിക്കുന്ന നാം അറിയേണ്ടതാണ്. ദൈവജനം ഫറവോ രാജാവിൻ്റെ അടിമത്തിൽ നിന്ന് പുറപ്പെട്ടു. അവർ ചെങ്കടൽ തീരത്തെത്തി. ചെങ്കടൽ തീരത്ത് വന്നപ്പോൾ അവർ അമ്പരപ്പിലായി. കാരണം പിന്നാലെ അലറി കുതിച്ചു വരുന്നതായ സൈന്യം, ഫറവോ രാജാവിൻ്റെ സൈന്യം പിന്നാലെ വരുന്നു. കുതിരകളുടെ കുളമ്പടി ശബ്ദം കേട്ട് അവർ ഞെട്ടി. വലിയ ശബ്ദത്തിൻ്റെ ഭീകരമായ ഗർജനം കേട്ട് അവർ ഞെട്ടി. ആ സൈന്യ സന്നാഹത്തിൻ്റെ വരവ് കണ്ട് അവർ ഭയന്നു. അവർ നിലവിളിച്ചു. അവരുടെ നിലവിളി നാം വായിക്കുന്നുണ്ട്. നമുക്ക് വായിക്കാം. 10-ാം വാക്യം നമുക്ക് വായിക്കാം. ഫറവോൻ അടുത്തു വരുമ്പോൾ ഇസ്രായേൽ മക്കൾ തല ഉയർത്തി മിസ്രയീമിന് പിന്നാലെ വരുന്നത് കണ്ട് ഏറ്റവും ഭയപ്പെട്ടു. ഇസ്രായേൽ മക്കൾ യഹോവയോട് നിലവിളിച്ചു. അവർ മോശയോട്, മിസ്രയീമിൽ ശവക്കുഴി ഇല്ലാഞ്ഞിട്ടോ നീ ഞങ്ങളെ മരുഭൂമിയിൽ മരിപ്പാൻ കൂട്ടിക്കൊണ്ടുവന്നത്? നീ ഞങ്ങളെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ചതിനാൽ ഞങ്ങളോട് ഈ ചെയ്തതെന്ത്? മിസ്രയീമ്യർക്ക് വേല ചെയ്യുവാൻ ഞങ്ങളെ വിടണമെന്ന് ഞങ്ങൾ മിസ്രയീമിൽ വെച്ച് നിന്നോട് പറഞ്ഞില്ലയോ? മരുഭൂമിയിൽ മരിക്കുന്നതിനേക്കാൾ മിസ്രയീമ്യർക്ക് വേല ചെയ്യുന്നതായിരുന്നു ഞങ്ങൾക്ക് നല്ലതെന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ജനം മോശയോട് മത്സരിച്ചു. ജനം മോശയെ ചോദ്യം ചെയ്തു. ജനം നിരാശയിലായിപ്പോയി, നിരാശയിലാണ്ടുപോയി. ജനം ചോദിച്ചു, അവിടെ മിസ്രയീമിൽ ഞങ്ങൾ അവിടെ ജോലി ചെയ്ത് മരിക്കാമായിരുന്നല്ലോ. ഞങ്ങളെ ഈ മരുഭൂമിയിൽ കൊണ്ടുവന്ന് ഇവിടെ ഞങ്ങളെ കൊല്ലുവാനാണോ ഞങ്ങളെ നീ വിടുവിച്ചുകൊണ്ട് വന്നത്? മിസ്രയീമിൽ ഞങ്ങൾ അടിമവേല ചെയ്യാമായിരുന്നു. ഇതിനേക്കാൾ എത്രയോ ഭേദമായിരുന്നു അടിമവേല. ഇന്ന് ഞങ്ങൾ ഈ അനുഭവിക്കുന്ന യാതിനേക്കാൾ എത്രയോ ഭേദമായിരുന്നു അടിമവേല. ഫറവോ രാജാവിൻ്റെ സൈന്യത്തിൻ്റെ വെട്ടേറ്റ് ഞങ്ങൾ ഈ മരുഭൂമിയിൽ പെട്ടുപോകണമോ? എന്തിനാ ഞങ്ങളെ കൂട്ടിക്കൊണ്ടുവന്നു? മോശയ്ക്കെതിരെ അവർ പെറുപിറുത്തു. മോശയോട് അവർ മത്സരിച്ചു. മോശയെ അവർ ചോദ്യം ചെയ്തു. മിസ്രയീമിൽ ശവക്കുഴി ഇല്ലാഞ്ഞിട്ടോ നീ ഞങ്ങളെ മരുഭൂമിയിൽ മരിപ്പാൻ കൂട്ടിക്കൊണ്ടു വന്നത്? നീ ഞങ്ങൾ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ചതിനാൽ ഞങ്ങളോട് ഈ ചെയ്തത് എന്ത്? മിസ്രയീമ്യർക്ക് വേല ചെയ്യുവാൻ ഞങ്ങൾ വിടയണമെന്ന് ഞങ്ങൾ മിസ്രയീമിൽ വെച്ച് നിന്നോട് പറഞ്ഞില്ലയോ? മരുഭൂമിയിൽ മരിക്കുന്നതിനേക്കാൾ മിസ്രയീമ്യർക്ക് വേല ചെയ്യുന്നതായിരുന്നു ഞങ്ങൾക്ക് നല്ലത് എന്ന് പറഞ്ഞു. പഴയതായിരുന്നു നല്ലത്, പഴയ കാലമായിരുന്നു നല്ലത് എന്ന് ചിന്തിക്കുന്നു. ഇന്ന് പുറപ്പെട്ടു പോന്നു, ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ല. പഴയ കാലമായിരുന്നു നല്ലത്, പണ്ട് അടിമവേല ചെയ്യുന്ന കാലം നല്ലതെന്ന് ചിന്തിക്കുന്നു. അനേകരിന്ന് ഇങ്ങനെയാണ്. മാനസാന്തരപ്പെട്ടു, പുറപ്പെട്ടു, ഒരു വിശ്വാസം കിട്ടി, ദൈവവചനം കിട്ടി, വചനം കേട്ട് യാത്ര തുടങ്ങി. പക്ഷേ പ്രശ്നം വന്നപ്പോൾ അമ്പരപ്പിലായി. ശത്രു പിന്നാലെ വരുന്നു, പാഞ്ഞു വരുന്നു, കൂടുതൽ പരിഭ്രാന്തിയിലായി. അയ്യോ, ഞങ്ങൾക്ക് പഴയതായിരുന്നു നല്ലത്, പഴയ കാലമായിരുന്നെങ്കിൽ കുറച്ച് അടിമവേല എന്നല്ലേ ഉള്ളൂ, ഇതുപോലെ പീഡ അനുഭവിക്കേണ്ടി വരില്ലായിരുന്നല്ലോ, യാതന ഏൽക്കേണ്ടി വരില്ലായിരുന്നല്ലോ. അവർ മത്സരിച്ചു. സഹോദരങ്ങളെ, ഇന്നും ഇത് തന്നെ. ഇന്നും മാനസാന്തരത്തിലേക്ക് വന്ന ദൈവമക്കൾ ഇന്ന് പഴയ കാലമായിരുന്നില്ലേ നല്ലതെന്ന് ചിന്തിക്കുന്നു. പണ്ടായിരുന്നെങ്കിൽ ആരും എന്നോട് എതിർക്കുകയില്ലായിരുന്നു, പണ്ടായിരുന്നെങ്കിൽ ആരും എൻ്റെ നേരെ നിൽക്കുകയില്ലായിരുന്നു, ഇങ്ങനെയെല്ലാം ചിന്തിക്കുന്ന ആളുകളുണ്ട്. പണ്ടായിരുന്നെങ്കിൽ ഞാൻ പാപത്തിൽ ജീവിച്ച കാലത്തായിരുന്നെങ്കിൽ എന്നോട് ഉപദ്രവിക്കാനായി ഒരുങ്ങുകയില്ലായിരുന്നു, ആരും ഒരുമ്പിടുകയില്ലായിരുന്നു. ഇന്ന് ഞാൻ മാനസാന്തരപ്പെട്ടു പോയില്ലേ, എനിക്ക് മിണ്ടാൻ പറ്റുമോ, എനിക്ക് എതിർക്കാൻ പറ്റുമോ, എനിക്ക് വഴക്കടിക്കാൻ പറ്റുമോ എന്നിങ്ങനെ ചിന്തിച്ച് നിരാശപ്പെടുന്ന ആളുകളുണ്ട്, ഭാരപ്പെടുന്ന ആളുകളുണ്ട്, അയ്യോ എന്തു വേണ്ടെന്നറിയാതെ പരിഭ്രമിക്കുന്ന ആളുകളുണ്ട്. മാത്രവുമല്ല, ഇന്ന് മുന്നിൽ വലിയ പ്രതിസന്ധി കണ്ട് എങ്ങനെ മുന്നോട്ട് പോകുമെന്ന്
ഭാരത്തോട് നിൽക്കുന്ന ആളുകളുണ്ട്. സ്നേഹിതരെ, നിങ്ങൾ ചിന്തിക്കൂ, നിങ്ങൾ ചിലരെല്ലാം ഇന്ന് നാളെയോർത്ത് ആകുലപ്പെടുന്നവരല്ലേ? നാളെയോർത്ത് ചിന്താകുലരായിരിക്കുന്നവരല്ലേ? ഇനി എന്തു വേണ്ടെന്നറിയാതെ ഭാരപ്പെടുന്നവരല്ലേ? നിങ്ങളുടെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ അലട്ടുന്നതായ പ്രശ്നങ്ങൾ, കടത്തിൻ്റെ ബാധ്യതകൾ, രോഗത്തിൻ്റെ ബാധകൾ, എന്തെല്ലാം പ്രതിസന്ധികളിലാണ് ഓരോരുത്തരും ചെന്ന് പെട്ട് കിടക്കുന്നത്. പ്രശ്ന സങ്കീർണമായ ജീവിതം, പ്രശ്നത്തിൽ ഉലയുന്ന ജീവിതം, ആകുലങ്ങളിൽ അഴലുന്ന ജീവിതം അല്ലേ? നിങ്ങൾ ചിന്തിച്ച് നോക്കൂ. നിങ്ങൾ ചിലരുടെ എല്ലാം ഹൃദയം ഇപ്പോൾ കരയുന്നില്ലേ? മനസ്സ് കേണുകൊണ്ടിരിക്കുന്നില്ലേ? എൻ്റെ ദൈവമേ, എനിക്കിതിൽ നിന്നൊരു മോചനമില്ലേ എന്ന് ചിന്തിക്കുന്നവരില്ലേ? എൻ്റെ ജീവിതം തീർന്നോ എന്ന് നിരാശപ്പെട്ടു കണ്ട് കഴിയുന്നവരില്ലേ? എൻ്റെ ജീവിതത്തിലെ പ്രതീക്ഷയെല്ലാം തീർന്നല്ലോ, ഇനി ആശയ്ക്ക് വകയില്ലോ എന്നോർത്ത് കഴിയുന്നവരില്ലേ? ഇനി എനിക്കുണ്ടോ ഒരു എഴുന്നേൽപ്പ് എന്നോർത്ത് ചിന്തിച്ച് വിഷമിക്കുന്നവരില്ലേ? ദൈവത്തിന് സ്തോത്രം. ആ പാവപ്പെട്ട ജനം അവർ മുന്നിൽ ചെങ്കടൽ കണ്ട് ഭയപ്പെട്ടു. അവർ മോശയോട് പിറുപിറുത്തു, അവർ മോശയോട് മത്സരിച്ചു. വായിക്കുന്ന എന്താണ്? അടുത്ത വാക്യം 13-ാം വാക്യം വായിക്കാം. അതിനെ മോശ ജനത്തോട്, ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പീൻ. യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവീൻ. നിങ്ങളിന്ന് കണ്ടിട്ടുള്ള മിസ്രയീമ്യരെ ഇനി ഒരു നാളും കാണുകയില്ല. യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. നിങ്ങൾ മിണ്ടാതിരിപ്പീനെന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. മോശ പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടേണ്ട. ആശ്വാസകരമായൊരു വാക്ക്. നിങ്ങൾ ഭയപ്പെടേണ്ട. ഇന്ന് നിങ്ങൾ കാണുന്ന ഈ മിസ്രയീമ്യരുണ്ടല്ലോ, ഇനി ഒരു കാലത്തൊന്നും കാണുകയില്ല. അവരിവിടെ തീരാൻ പോവുകയാണ്. എങ്ങനെ തീരും? മഹാസൈന്യം എങ്ങനെ തീരും? ജനത്തിനെ മനസ്സിലാകുന്നില്ല. യുദ്ധം ചെയ്ത് ജയിക്കാൻ സാധിക്കുകയില്ല. ഇവരുടെ കയ്യിൽ ആയുധമൊന്നുമില്ല. അവർ നിസ്സഹായരാണ്, പാവങ്ങൾ. അവർക്ക് ഈ മിസ്രയീമ്യരെ ജയിക്കാൻ സാധിക്കില്ലെന്ന് അവർക്കറിയാം. പക്ഷേ മോശ പറയുന്നു, നിങ്ങൾ ഭയപ്പെടേണ്ട എന്ന്. ദൈവത്തിൻ്റെ ശബ്ദം അസാധ്യതകളെ സാധ്യമാക്കി തരുന്നതാണ്. അസാധ്യമായ കാര്യങ്ങൾ, പ്രതീക്ഷിക്കാൻ പറ്റാത്തതായ കാര്യങ്ങൾ, സാധിക്കുമെന്ന് ആശയ്ക്ക് വകയില്ലാത്ത കാര്യങ്ങൾ സാധ്യമാക്കി തരുന്നവനാണ് ദൈവം. നിങ്ങൾ ഇന്ന് ഇപ്പോൾ ഒന്ന് വിശ്വസിച്ചുകൊണ്ട്, കർത്താവേ, എങ്കിൽ ആ മഹാഭാഗ്യം എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അനുഭവിക്കാം. കർത്താവേ, എൻ്റെ ഈ കൊടിയ പ്രശ്നത്തിന് ഒരു പരിഹാരം തരണമേ നിങ്ങൾ പ്രാർത്ഥിക്കുമെങ്കിൽ നിങ്ങളുടെ ഭയപ്പാടുകൾ മാറും, നിങ്ങളുടെ അന്താളിപ്പുകൾ മാറും, നിങ്ങളുടെ വേദനകൾ മാറും. നിങ്ങൾക്ക് മുന്നോട്ടൊരു ഗതി കിട്ടും. ദൈവത്തിന് സ്തോത്രം. മുന്നോട്ട് കർത്താവ് വഴി തരും. ഒരു കരയേറ്റം കർത്താവ് തരും. മുന്നോട്ട് നിങ്ങൾക്ക് സമാധാനമുള്ള ജീവിതം തരും. പ്രിയപ്പെട്ടവരെ, സത്യമാണ്. ആരെല്ലാം നിഷ്കളങ്ക മനസാക്ഷിയോടെ ജീവിതത്തിൽ ക്രിസ്തുവിനെ വിളിച്ചപേക്ഷിച്ചിട്ടുണ്ടോ അവർക്കെല്ലാം സമാധാനം കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് വിശ്വസിക്കാം, നിങ്ങൾ ക്രിസ്തുവിൽ ആശ്രയിക്കാം. ആരെല്ലാം നിഷ്കളങ്ക മനസാക്ഷിയോടെ കർത്താവേ എന്നെ സഹായിക്കണമേ എന്ന് മുട്ടിപ്പായി കരഞ്ഞിട്ടുണ്ടോ അവരുടെ കരച്ചിൽ കർത്താവ് കേട്ടിട്ടുണ്ട്. മോനെ, തീർന്നു നീ വിചാരിക്കരുത്. മോളെ, നിൻ്റെ കാര്യം അവസാനിച്ചെന്ന് വിചാരിക്കരുത്. ഇതിൻ്റെ ഭാവിയെല്ലാം ശൂന്യമായി എന്ന് വിചാരിക്കരുത്. എല്ലാം വഴിയടഞ്ഞു പോയി എന്ന് മോളെ നീ വിചാരിക്കരുത്. മോനെ, നീ വിചാരിക്കരുത്. ദൈവത്തിന് സ്തോത്രം. നിൻ്റെക്ക് ഭാവിയുണ്ട്, നിനക്കൊരു ശുഭകാലമുണ്ട്. നിൻ്റെ രോഗം പൊറുക്കും, നിൻ്റെ രോഗം മാറും, നിൻ്റെ വ്യാധികൾ മാറും, നിൻ്റെ പ്രയാസങ്ങൾ തീരും. നിൻ്റെ കുടുംബത്തിൽ ഇനിയും നല്ല കാലം ലഭിക്കും. നീയും നിൻ്റെ ഭർത്താവും തമ്മിൽ ഇനിയും ഐക്യമുണ്ടാകും. നീയും നിൻ്റെ ഭാര്യയും തമ്മിൽ ഇനിയും സ്നേഹമുണ്ടാകും. തീർന്നു എന്നല്ലേ വിചാരിച്ചത്? സ്നേഹമെല്ലാം തീർന്നുപോയി എന്നല്ലേ വിചാരിച്ചത്? സ്നേഹമെന്ത് അറ്റുപോയി എന്നല്ലേ വിചാരിച്ചത്? വലിയൊരു ഭീകരമായ കടൽ മുന്നേ കാണുന്നു. ഈ കടലിൽ മുങ്ങിച്ചാവുകയല്ലാതെ ഗതിയില്ല, അല്ലെങ്കിൽ ഫറവോൻ്റെ സൈന്യത്തിൻ്റെ വാളിന് വെട്ടേറ്റ് വീഴുകയല്ലാതെ വേറെ ഗതിയില്ല. ഇതാണ് അവരുടെ ചിന്ത. എന്നാൽ സ്നേഹിതരെ, മുന്നോട്ടും പിന്നോട്ടും മാറാൻ നിർവാഹമില്ലാതെ ഒരു പ്രതിസന്ധിയിലായ സമയത്ത് അപ്പോഴാണ് മോശ പറയുന്നത്, ഭയപ്പെടേണ്ട, നിങ്ങൾ ഉറച്ചു നിൽപ്പീൻ. ഭയപ്പെടേണ്ട. ആ വാക്യം ഒന്നിട്ട് വായിക്കാം. 14-ാം അധ്യായം 13-ാം വാക്യം. അതിനെ മോശ ജനത്തോട്, ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പീൻ. യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവീൻ. നിങ്ങളിന്ന് കണ്ടിട്ടുള്ള മിസ്രയീമ്യരെ ഇനി ഒരു നാളും കാണുകയില്ല. ഭയപ്പെടേണ്ട, നിങ്ങൾ ഉറച്ചു നിൽപ്പീൻ. സ്നേഹിതരെ, ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പീൻ. ഞാൻ ഓർക്കുകയാണ്, മൈക്കിൾ ഫാരഡെ പ്രസിദ്ധനായൊരു ശാസ്ത്രജ്ഞനായിരുന്നു. മൈക്കിൾ ഫാരഡെ മരിക്കാറായി കിടക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ സ്നേഹിതന്മാർ ചോദിച്ചു, അങ്ങേക്ക് ഞങ്ങളോട് അവസാനമായി എന്തെങ്കിലും പറയാനുണ്ടോ? അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരും സ്നേഹിതരും ചുറ്റി നിൽക്കുകയാണ്. എന്തെങ്കിലും അവസാനമായി പറയാനുണ്ടോ? മൈക്കിൾ ഫാരഡെ പറഞ്ഞതാണെന്ന് കേൾക്കണമോ? ഞാൻ ആരെ വിശ്വസിക്കുന്നെന്ന് ഞാൻ അറിയുന്നു. അവൻ എൻ്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന്
ഞാൻ ഉറച്ചുമിരിക്കുന്നു. ഞാൻ ആരെ വിശ്വസിക്കുന്നത് ഞാൻ അറിയുന്നു. അവൻ എൻ്റെ ഉപനിധി. ഞാൻ അവൻ്റെ കയ്യിലേക്ക് കൊടുത്തത്, ഞാൻ അവൻ്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചത്, ഞാൻ അവന് വേണ്ടി സമർപ്പിച്ചത്. ഞാൻ ആരെ വിശ്വസിക്കുന്നതിന് അറിയുന്നു. അവൻ എൻ്റെ ഉപനിധി, അന്ത്യം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഞാൻ ഉറച്ചുമിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, ഈ ഒരു ഉറപ്പ് ഇപ്പോൾ നിങ്ങൾക്ക് ലഭിച്ചിരുന്നെങ്കിൽ നിങ്ങളുടെ മുഖം തെളിയുമായിരുന്നു, നിങ്ങളുടെ ഹൃദയം നിറയുമായിരുന്നു, നിങ്ങൾ സന്തോഷത്തോടെ ഉല്ലസിക്കുമായിരുന്നു. ഞാൻ ആരെ വിശ്വസിക്കുന്നതിന് അറിയുന്നു. ഈ ഭൂമിയിലെ മനുഷ്യരാരുമല്ല എന്നെ സഹായിച്ചത്, ഈ ഭൂമിയിലെ മനുഷ്യരാരുമല്ല എന്നെ തുണച്ചിതുവരെ എത്തിച്ചത്. നിങ്ങൾ വിശ്വസിക്കൂ, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കൈ ചിലരിൽ കൂടെ പ്രവർത്തിച്ചു എന്നുള്ളതാണ് സത്യം. ചില മനുഷ്യരിൽ കൂടെ തന്നെയാണ് പ്രവർത്തിച്ചത്. ദൈവത്തിൻ്റെ കൈയാണ് പ്രവർത്തിച്ചത്, ചില മനുഷ്യരിൽ കൂടെ പ്രവർത്തിച്ചു. അവരെ ദൈവം ഉപയോഗിച്ചു, അവരുടെ ശബ്ദത്തെ ദൈവം ഉപയോഗിച്ചു, അവരുടെ കയ്യെ ദൈവം ഉപയോഗിച്ചു, അവരുടെ സഹായത്തെ ദൈവം ഉപയോഗിച്ചു, അവരുടെ കഴിവിനെ ദൈവം ഉപയോഗിച്ചു. മറ്റ് മനുഷ്യരിൽ കൂടി നമുക്ക് സഹായങ്ങൾ കിട്ടി. സത്യമാണത്. ഈ ഭൂമിയിലെ മനുഷ്യരിൽ കൂടി നമുക്ക് ചില സഹായങ്ങൾ കിട്ടി. അത് ദൈവം തന്നതാണ്. ഉടയവൻ നിത്യനായ ദൈവം അവിടെ തന്നതാണ്. ദൈവം നമ്മെ സഹായിക്കും. ഉറച്ചു നിൽപ്പീൻ. ഇനി നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങൾ ഉറച്ചു നിൽപ്പീൻ. ഉറച്ചു നിൽക്കുക, അത് ജീവിതത്തിൽ അത്യന്താപേക്ഷിതമായ കാര്യമാണ്. എനിക്ക് ഉറച്ചു നിൽക്കണം, കർത്താവേ, ധൈര്യത്തോടെ നിൽക്കണം. 27-ാം സങ്കീർത്തനത്തിൻ്റെ അവസാന വാക്യം ദാവീദ് പറയും, ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം. യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, നിൻ്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. അത് യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക. ഹൃദയം ഉറച്ചിരിക്കണം. സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ദാവീദ് പറയുകയാണ്, ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത്, എന്നുവെച്ചാൽ ഈ ഭൂമിയിൽ, ഈ ജീവിതായുഷ്കാലത്ത് ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം. യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, നിൻ്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. അതേ യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക. എൻ്റെ സ്നേഹിതരെ, നിങ്ങൾ പറയട്ടെ, നിങ്ങളുടെ ഹൃദയം ഉറച്ചിരിക്കണമെങ്കിൽ നിങ്ങൾക്ക് ക്രിസ്തു വിശ്വാസം വേണം. അതാണ് സങ്കീർത്തനക്കാരൻ തുടങ്ങുന്നത്. 27-ാം സങ്കീർത്തനം തുടങ്ങുന്നത് അങ്ങനെയാണ്, യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എൻ്റെ ജീവൻ്റെ ബലം, ഞാൻ ആരെ പേടിക്കും? എൻ്റെ വൈരികളും എൻ്റെ ശത്രുക്കളുമായ ദുഷ്കർമ്മികൾ എൻ്റെ മാംസം തിന്നുവാൻ എന്നോട് അടുക്കുമ്പോൾ ഇടറി വീഴും. ഒരു സൈന്യം എൻ്റെ നേരെ പാളയിറങ്ങിയാലും എൻ്റെ ഹൃദയം ഭയപ്പെടുകയില്ല. എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായിരിക്കും. എന്താണ് കാരണം? ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. യഹോവയുടെ മനോഹരത്വം കാണുവാനും അവൻ്റെ മന്ദിരത്തെ ധ്യാനിപ്പാനും എൻ്റെ ആയുഷ്കാലമൊക്കെയും ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിന് തന്നെ. അപ്പോൾ അതിൻ്റെ പ്രതിഫലം എന്താണ്? അനർത്ഥ ദിവസത്തിൽ അവൻ നിൻ്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും, തെരുദ്വാസത്തിൻ്റെ മറയിൽ എന്നെ മറയ്ക്കും, പാറമേൽ എന്നെ ഉയർത്തും. ഇപ്പോൾ എൻ്റെ ചുറ്റുമുള്ള ശത്രുക്കളുടെ മേൽ എൻ്റെ തല ഉയരും. ഞാൻ അവൻ്റെ കൂടാരത്തിൽ ജയഘോഷയാഗങ്ങൾ അർപ്പിക്കും. ഞാൻ യഹോവയ്ക്ക് പാടി കീർത്തനം ചെയ്യും. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. വിശ്വാസമാണ്, വിശ്വാസത്തിൻ്റെ ഉറപ്പാണ്. എൻ്റെ സ്നേഹിതരെ, നിങ്ങളോട് പറയട്ടെ, ഇന്ന് ഈ വാക്കുകളെ കേൾക്കുമ്പോൾ നിങ്ങൾ വിശ്വാസത്തിൽ ഉറയ്ക്കുക. ക്രിസ്തുവിൻ്റെ വചനം കേട്ട് നിങ്ങൾ ഉറയ്ക്കുക. ക്രിസ്തുവിൻ്റെ വചനം നിങ്ങൾ ഉറപ്പിക്കട്ടെ. നിങ്ങൾക്ക് ധൈര്യം തരട്ടെ, നിങ്ങൾക്ക് വിശ്വാസം തരട്ടെ, നിങ്ങൾക്ക് ബലം തരട്ടെ. നിങ്ങളെ കർത്താവ് നടത്തട്ടെ. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ പരിഭ്രമിക്കേണ്ട. വലിയൊരു വിശാലമായ, നോക്കിയാൽ നോക്കെത്താത്ത ചെങ്കടൽ ഇങ്ങനെ പരന്ന് കിടക്കുന്നു. അങ്ങ് തിരമാലകൾ അലറി കുതിക്കുന്ന ചെങ്കടൽ, ഭയങ്കരമായ ഭീകരമായ ഈ ചെങ്കടലിലെ തിരകളെ കണ്ട് ജനം അമ്പരന്നു. പിറകെ വരുന്ന സൈന്യ സന്നാഹത്തെ കണ്ട് അവർ പേടിച്ചു. എന്തു വേണ്ടു, അവർ അമ്പരപ്പിൽ നിൽക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. മോശ പറഞ്ഞു, ഭയപ്പെടേണ്ട, നിങ്ങൾ ഉറച്ചു നിൽപ്പീൻ. ദൈവം നിങ്ങൾക്ക് ഒരനുഭവം തരാൻ പോകുന്നു. ഭയപ്പെടേണ്ട, നിങ്ങൾ ഉറച്ചു നിൽപ്പീൻ. യഹോവ നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവീൻ. രക്ഷ നിങ്ങൾക്ക് വരാൻ പോകുന്നു. നിങ്ങളെ ദൈവം രക്ഷിക്കാൻ പോകുന്നു. നിങ്ങൾക്കൊരു നല്ല രക്ഷ നിങ്ങൾക്ക് തരാൻ പോകുന്നു. നിങ്ങൾക്കൊരു മോചനം തരാൻ പോകുന്നു. നിങ്ങൾക്കൊരു സഹായം തരാൻ പോകുന്നു. നിങ്ങൾ വിശ്വസിപ്പീൻ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് നിങ്ങൾക്ക് തരാൻ പോകുന്ന രക്ഷ നിങ്ങൾ കണ്ടുകൊള്ളുവീൻ. ദൈവത്തിന് സ്തോത്രം. തന്നെയുമല്ല, പിന്നെ പറയുകയാണ്, നിങ്ങൾ ഇന്ന് കാണുന്ന മിസ്രയീം വരെ ഇനി ഒരു നാളും കാണുകയില്ല. എന്തൊരു ധൈര്യമാണ്! പിറകെ പാഞ്ഞു വരുന്ന മിസ്രയീം വരെ ഇപ്പോൾ കാണുന്നുണ്ടല്ലോ. നിങ്ങൾ പേടിക്കുന്നുണ്ടല്ലോ. ഈ ശത്രുക്കൾ ഇനി കാണേണ്ടി വരികയില്ല. അവരിവിടെ തീരാൻ പോവുകയാണ്. അവരുടെ അവസാനത്തെ ചുവടുവെപ്പുകളാണ്, അവസാനത്തെ യത്നമാണ്. സ്നേഹിത, നിൻ്റെ ജീവിതത്തിൽ ഇന്ന് നേരിടുന്ന ചില പരീക്ഷണങ്ങളുണ്ട്, ചില പ്രലോഭനങ്ങളുണ്ട്, ചില പരിശോധനകളുണ്ട്. മകളെ, നിൻ്റെ ജീവിതത്തിൽ നേരിടുന്ന ചില പ്രശ്നങ്ങളുണ്ട്, ചില പ്രയാസങ്ങളുണ്ട്. നിൻ്റെ ഹൃദയത്തെ അലട്ടുന്നതായ ചില വരട്ടുന്ന ജീവിത പ്രശ്നങ്ങൾ, യാതനകളുണ്ട്. എന്നാൽ നീ കേൾക്കൂ, ഇതെല്ലാറ്റിനെയും ഇനി കാണാൻ വയ്യാത്ത വിധത്തിൽ തീർക്കുവാൻ കർത്താവായ യേശുക്രിസ്തു ശക്തനാണ്. യേശുക്രിസ്തുവിൻ്റെ അത്ഭുതകരമെന്ന് നിവൃത്തിയാൽ മതി. എല്ലാം ശൂന്യമായി പോകും. എല്ലാ എതിർപ്പുകളും മാഞ്ഞു പോകും.
എല്ലാ ചതികളും നീങ്ങിപ്പോകും, എല്ലാ വഞ്ചനയും മാറിപ്പോകും, ശത്രുവിൻ്റെ നീക്കങ്ങളെല്ലാം മാറിപ്പോകും. മോളെ നീ രക്ഷ പ്രാപിക്കും, മോനെ നീ രക്ഷ പ്രാപിക്കും. നിൻ്റെ ഭാരങ്ങൾ കർത്താവ് ഏറ്റെടുക്കും, നിൻ്റെ ചുമട് കർത്താവ് ഏറ്റെടുക്കും. ദൈവത്തിന് സ്തോത്രം. യേശുനാഥൻ നിൻ്റെ ചുമട് ഏറ്റെടുക്കുമ്പോൾ എന്തൊരു ശാന്തിയാണെന്നോ. നിൻ്റെ ഭാരങ്ങൾ, നിൻ്റെ ആകുലങ്ങൾ നീ അങ്ങോട്ട് വെച്ച് കൊടുക്കുമ്പോൾ എല്ലാം ആണിപ്പാടുള്ള കരങ്ങളിലേക്ക് ഏറ്റെടുക്കുകയാണ്. ആ തിരുരക്തം വരുന്ന കരങ്ങളിലേക്ക് കർത്താവ് ഏറ്റെടുക്കുകയാണ്. തിരുരക്തം ഇന്നും പച്ചരക്തം ഒഴുകി വരുന്നതായ ആ തൃക്കരത്തിൽ കർത്താവ് ഏറ്റെടുത്തിട്ട് കർത്താവ് നിന്നെ സ്വതന്ത്രനാക്കുകയാണ്. നിൻ്റെ ചുമലിൽ ഇപ്പോൾ ചുമട് കാണുന്നില്ല, അവിടെയുള്ള ചുമടെല്ലാം യേശുവിൻ്റെ ചുമലിലാണ്. യേശുവിൻ്റെ ചുമലിലേക്ക് നോക്കൂ, അവിടെ കുരിശിരിക്കുന്നു. ആ കുരിശ് നിൻ്റെ ചുമടുകളുടെ പ്രതീകമാണ്, നിൻ്റെ ഹെവി ബേർഡൻസിൻ്റെ പ്രതീകമാണ്, നിൻ്റെ ഭാരങ്ങൾ, വലിയ കട്ടിയേറിയ ഭാരങ്ങളുടെ ഒരു പ്രതീകമാണ് കർത്താവിൻ്റെ മുതുകത്തിരിക്കുന്നതായ കുരിശ്. ആ കുരിശ് ചുമന്നുകൊണ്ട് കർത്താവ് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ കർത്താവ് ചിലപ്പോൾ ഇടറി വീഴുന്നുണ്ട്. ഇടറി വീഴുക മാത്രമല്ല, കർത്താവ് വേച്ച് പോകുന്നുണ്ട്. ഇടറി വീഴുന്നു, എഴുന്നേൽക്കാൻ നോക്കുന്നു, പക്ഷേ വേച്ച് വീഴുന്നു. പിന്നെ എഴുന്നേൽക്കാൻ നോക്കുന്നു, വേച്ച് വീഴുന്നു. എല്ലാവരും നോക്കി നിൽക്കുന്നു. എല്ലാവരും ഒന്നും കണ്ടിട്ടും ആർക്കൊരു കൂസലില്ലാതെ നോക്കുകയാണ്. എല്ലാം കണ്ടിട്ടും ആർക്കൊരു പ്രയാസവും തോന്നുന്നില്ല. യേശു തമ്പുരാൻ വഹിക്കാവുന്നതിലേറെ വലിയൊരു ചുവടും പേറി പോകുമ്പോൾ അനേകർ നോക്കി നിൽക്കുന്നു. പടയാളികൾ മാത്രമല്ല, ആ യഹൂദ മേധാവികളെല്ലാം, മതത്തിൻ്റെ വേലാളന്മാരെല്ലാം നോക്കി നിൽക്കുകയാണ്. പരീശന്മാരും ശാസ്ത്രികളും സദൂക്യരും എല്ലാവരും നോക്കി നിൽക്കുകയാണ്. പുരോഹിതന്മാരും മഹാപുരോഹിതന്മാരും എല്ലാവരും നോക്കി നിൽക്കുകയാണ്. പണ്ഡിതന്മാരും ശാസ്ത്രികളും എല്ലാം നോക്കി നിൽക്കുകയാണ്. ആർക്കൊരു സഹതാപം തോന്നുന്നില്ല. യേശു പകച്ചു നോക്കി, സഹതപിപ്പാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കി, ആരെയും കണ്ടില്ല. ദൈവത്തിന് സ്തോത്രം. സഹതപിപ്പാൻ ആരുമില്ല, ഒന്ന് പിന്തുണ തരാൻ ആരുമില്ല, ഒരു വാക്ക് നല്ല വാക്ക് പറയാൻ ആരുമില്ല. എല്ലാവരും പറയുന്നു തൂക്കുക എന്നാണ്. എല്ലാവരും പരിഹസിക്കുകയാണ്, എല്ലാവരും ആക്ഷേപിച്ചു കൊണ്ട് നിൽക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. കർത്താവ് അമ്പരപ്പിലായിപ്പോയ സമയം, ദൈവത്തിന് സ്തോത്രം. കർത്താവ് വേദനിച്ച് പൊളയുന്ന സമയം, എന്ന് പയ്യെ ഒന്ന് മുട്ടിന്മേൽ ഒന്ന് ഊന്നിക്കൊണ്ട് ആ കുരിശോടുകൂടി എഴുന്നേൽക്കാൻ തുടങ്ങുന്നു. ഇത് പിന്നെയും വേച്ച് നടന്ന് ആ കുന്ന് കയറുകയാണ്, ഗോകുൽത്താ കുന്ന് കയറുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഇന്നത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവനെ, നീ വിശ്വസിക്കൂ, നിൻ്റെ ചുമടാണ് യേശു വഹിച്ചിരിക്കുന്നത്, നിൻ്റെ ഭാരമാണ് യേശു വഹിച്ചിരിക്കുന്നത്. നിൻ്റെ ചുമട് യേശു ചുമന്നിരിക്കുകയാണ്. നിനക്ക് മോചനം തരാനാണ് യേശു ചുമട് ചുമന്നത്. ദൈവത്തിന് സ്തോത്രം. നിന്നെ രക്ഷിക്കാനാണ് യേശു ഈ കുരിശ് ചുമന്നത്. നിനക്ക് ശാന്തി തരാനാണ്, നിനക്ക് സമാധാനം തരാനാണ്, നിനക്കൊരു ശോഭനമായ ഭാവി തരാനാണ് യേശു ഈ കുരിശ് ചുമന്നിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ചുമടെല്ലാം അങ്ങോട്ട് വെച്ച് കൊടുക്കാം. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേലിട്ടുകൊള്ളുവീൻ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അവൻ നിങ്ങൾക്കായി കരുതുന്നവനാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേലിട്ടുകൊള്ളുവീൻ. ഏതെല്ലാം ചിന്താകുലങ്ങളിലാണ് നിങ്ങളുടെ മനസ്സിപ്പോൾ പടർന്നു കയറിയിരിക്കുന്നത്? ഏതെല്ലാം ഭാരങ്ങളാണ് നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്? സ്നേഹിത, നീ പറയുന്നതിന് മുമ്പ് യേശുവിനെല്ലാം അറിയാം, യേശു എല്ലാം കാണുന്നുണ്ട്, യേശുവിന് പരിഹാരവും കാണുന്നുണ്ട്. പരിഹാരം കണ്ടു കഴിഞ്ഞിരിക്കുകയാണ്. നീ വിശ്വസിക്കൂ മോനെ, നീ എന്നിൽ വിശ്വസിക്കുന്നാണ് കർത്താവ് പറയുന്നത്. ഇന്ന് കണ്ട മിസ്രൈമിനെ കാണുകയില്ല, ഈ ചുമടിനി കാണുകയില്ല, ഈ ആകുലനി വരികയില്ല, ഈ ഭാരവിനി വരികയില്ല, ഈ ക്ലേശവിനി വരികയില്ല. അതിൻ്റെ അന്ത്യവിധ കുറിച്ചിരിക്കുന്നു, അതിനവസാനം ഞാനിതാ വരുത്തിയിരിക്കുന്നു. നിനക്കൊരു സമാധാനകാലം തരാൻ പോകുന്നു, നിനക്കൊരാശ്വാസകാലം തരാൻ പോകുന്നു. നീ എന്നെ ഒന്ന് വിശ്വസിക്കും മകനെ എന്നാണ് കർത്താവ് പറയുന്നത്. മകളെ, നീ എന്നെ ഒന്ന് വിശ്വസിക്കൂ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് കണ്ട മിസ്രയീം വരെ ഇനി കാണുകയില്ല. ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പീൻ. ഇന്ന് എൻ്റെ ബഹുമാന്യ സഹോദരങ്ങളെ, ഉറച്ചു നിൽക്കാൻ സാധിക്കണമെങ്കിൽ കുരിശിലേക്ക് നോക്കണം. ഉറച്ചു നിൽക്കാൻ സാധിക്കണമെങ്കിൽ കുരിശിലെ രക്ഷകനിലേക്ക് നോക്കണം. ഉറച്ചു നിൽക്കാൻ സാധിക്കണമെങ്കിൽ കുരിശിലെ രക്ഷ അനുഭവിക്കണം. കുരിശിൽ എനിക്ക് വേണ്ടി രക്തം ചിന്തിയ രക്ഷക, നിൻ്റെ ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്താൽ എൻ്റെ നാൾ ദൂരെ ഒന്നുപോയ പാപങ്ങൾ കഴുകണമേ എന്ന് പ്രാർത്ഥിക്കണം. അനേകം പാപങ്ങൾ ചുമട് പോലെ തലമേലിരിക്കുന്നു, പാപങ്ങൾ ചുമട് പോലെ ഹൃദയത്തിലിരിക്കുന്നു. പാപങ്ങൾ, അത്യന്തം ഹീനമായ പാപങ്ങൾ ശരീരത്തിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നു. ശരീരത്തിൽ, മാംസത്തിലും ത്വക്കിലും പാപങ്ങൾ കലർന്നിരിക്കുന്നു. മാത്രമല്ല, നിൻ്റെ രക്തത്തിൽ പാപം കലർന്നിരിക്കുന്നു, നിൻ്റെ സ്വഭാവത്തിൽ പാപം കലർന്നിരിക്കുന്നു, നിൻ്റെ ധാതുക്കളിൽ പാപം കലർന്നിരിക്കുന്നു, നിൻ്റെ ഞരമ്പുകളിൽ പാപം കലർന്നിരിക്കുന്നു, നിൻ്റെ ആളത്ത് മുഴുവൻ പാപമായിരിക്കുന്നു. പാപമയമായി നിൻ്റെ സ്വഭാവം മാറണമെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ രക്തം അവിടെ തളിക്കണം. ഹല്ലേലൂയ. യേശുക്രിസ്തുവിൻ്റെ തിരുരക്തം അവിടെ വീഴണം. മോളെ, നിൻ്റെ ജീവിതത്തിലെ പാപങ്ങൾ അവൻ മായ്ച്ചു തരും. ഇതാള് തുറന്നു പോയ പാപങ്ങൾ, എന്തെല്ലാം ഹീനതകളാണ് വന്നു പോയത്, ഏതെല്ലാം മ്ലേച്ഛതകളാണ് നീ കുടുങ്ങിപ്പോയത്, ഏതെല്ലാം തിന്മകളിലാണ് നീ വീണുപോയത്. എന്നാൽ ഇതെല്ലാം മാറ്റാൻ എൻ്റെ യേശു ശക്തനാണ്. അവിടെ നിന്ന് ഇപ്പോൾ നിൻ്റെ അരികിലേക്ക് വന്നുകൊണ്ട്, മകളെ, നിൻ്റെ ഹൃദയം എനിക്ക് തുറന്നു തരിക, എൻ്റെ മകനെ നിൻ്റെ ഹൃദയം എനിക്ക് തരിക എന്ന് പറഞ്ഞുകൊണ്ട് കെഞ്ചി നിൽക്കുന്നു. നിൻ്റെ ജീവിതം നീ കൊടുക്കാമെങ്കിൽ പാപം കഴുകിത്തരും, ചുമടുകൾ മാറ്റിത്തരും,
പാപവും ഭാരവും പേറുന്ന രക്ഷകന്റെ കുരിശിൻ്റെ ചുവട്ടിലേക്ക് ഓടി അണയുവീൻ. അവനെ നിങ്ങൾ വിളിപ്പീൻ, രക്ഷക എന്നെ കാത്തുകൊള്ളണമേ, എനിക്ക് മോചനം തരണമേ, പാപത്തിൻ്റെ ഊരാക്കുരുക്കിൽ നിന്ന് എനിക്ക് മോചനം തരണമേ. ഞാൻ കുരുക്കിൽപ്പെട്ടിരിക്കുന്നല്ലോ. അഴിക്കാൻ നോക്കിയപ്പോഴെല്ലാം അഴിയാൻ സാധിക്കാതെ കുരുക്ക് മുറുകുകയാണല്ലോ. കർത്താവേ, ഞാൻ പല തരത്തിൽ ബുദ്ധി കൊണ്ട് ഞാൻ ശ്രമിച്ചു നോക്കി, അഴിക്കാൻ നോക്കി, അഴിയുന്നില്ല, കുരുക്ക് മുറുകുന്നല്ലോ. കർത്താവേ, എനിക്ക് എൻ്റെ കുരുക്കുകളെല്ലാം അഴിച്ച് എന്നെ നീ മോചിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുമെങ്കിൽ ഇപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ യേശു ക്രിസ്തുവിൻ്റെ ആണിപ്പാടുള്ള കരം നിങ്ങളുടെ കടമേൽ വരും. നിങ്ങളുടെ തലമേൽ യേശു ക്രിസ്തുവിന് തൃക്കരം വയ്ക്കും. ആ തൃക്കരത്തിൽ നിന്നും തിരക്തത്താൽ അവൻ നിങ്ങളെ കഴുകും. നിങ്ങളുടെ പാപത്തിൻ്റെ ഭാരങ്ങളെല്ലാം അവൻ തൻ്റെ ജോലിലേക്ക് കേൾക്കും. ഉറച്ചു നിൽപ്പീൻ, ഭയപ്പെടേണ്ട. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്നേഹം നിറഞ്ഞ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, ഈ നല്ല സമയത്തിനായി സ്തോത്രം, തിരുവചനങ്ങൾക്കായി സ്തോത്രം, സ്വർഗീയ അരുളപ്പാടുകൾക്കായി സ്തോത്രം, സ്വർഗീയ സ്നേഹത്തിനായി സ്തോത്രം. അപ്പോൾ ഉറച്ചു നിൽപ്പാൻ ഞങ്ങളോട് ആഹ്വാനം ചെയ്തതിനായി സ്തോത്രം, വിശ്വാസത്തിൽ ഉറച്ചു നിൽപ്പാൻ കൃപ തരുന്നതിനായി സ്തോത്രം, തൃക്കരം നീട്ടുന്നതിനായി സ്തോത്രം. ഞങ്ങൾ ആ തൃക്കരം ഒന്ന് ചുംബിച്ചു കൊള്ളട്ടെ, ആ പാദം ഒന്ന് മുത്തിക്കൊള്ളട്ടെ, തൃപ്പാദത്തിൽ വീണുകൊള്ളട്ടെ. നിങ്ങൾ അനുഗ്രഹിക്കണമേ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമീൻ. ഹല്ലേലൂയ. ജീവിത പ്രതിസന്ധികളുടെ നീർച്ചുഴിയിൽപ്പെട്ട് നട്ടം തിരിയുന്നവനാണോ നീ? പാപഭാരത്താൽ നിന്റെ മനസ്സ് തളർന്നിരിക്കുകയാണോ? വരൂ, യേശുക്രിസ്തുവിൻ്റെ തിരുവചനത്തിലേക്ക്. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ മാത്രം പ്രസംഗിക്കുന്ന ക്രിസ്ത്യൻ റിവൈവൽ ഫെലോഷിപ്പിൻ്റെ രാജ്യാന്തര സുവിശേഷ മഹായോഗം ഡിസംബർ 27 മുതൽ 31 വരെ കോലഞ്ചേരി ഞാറ്റുംകാലായിൽ ഹിൽ ടോപ്പിൽ വച്ച് നടത്തപ്പെടുമ്പോൾ പ്രത്യാശ നൽകുന്ന ക്രിസ്തുവിൻ്റെ അദൃശ്യകരങ്ങൾ നിന്നെ സ്പർശിക്കട്ടെ. വീണുപോയാൽ നിങ്ങൾ എഴുന്നേൽപ്പിക്കുന്ന കരം. വീണുപോയോ? പേടിക്കണ്ട, അടുത്ത് താങ്ങാൻ യേശുവുണ്ട്. ക്രിസ്ത്യൻ റിവൈവൽ ഫെലോഷിപ്പിലെ കർത്തൃ ശുശ്രൂഷകർ വിവിധ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്നു. ഇപ്പോൾ ദൈവസന്നിധിയിൽ വിശ്രമിക്കുന്ന യശശരീരനായ പ്രൊഫസർ MY യോഹന്നാൻ സാർ ചെയ്ത അനശ്വരമായ വചന ശുശ്രൂഷകളും നിങ്ങൾക്ക് ശ്രവിക്കാം. സഭയുടെയും സമുദായത്തിൻ്റെയും അതിർവരമ്പുകൾക്കതീതമായി നിങ്ങളെ സ്നേഹിക്കുന്ന യേശുവിൻ്റെ വചനത്തിലേക്ക്, ഈ വചനവേദിയിലേക്ക് നിങ്ങളെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു.